ഏറെക്കുറെ ആരാധകരൊക്കെ കൈവിട്ട മട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ. പ്രധാന കാരണം ഇത്തവണത്തേത് ഒരു തട്ടിക്കൂട്ട് ലീഗാണ് എന്നത് തന്നെ. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വളരെ വൈകിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ ധാരണയായത്. മാത്രമല്ല, ലീഗ് നടക്കുമോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ പ്രധാന താരങ്ങളെയെല്ലാം ലോണിന് വിട്ടിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തലച്ചോറായ അഡ്രിയാൻ ലൂണ ഇല്ല എന്നതാണ് പ്രധാനമായും ആരാധകർ അകലാൻ കാരണം. പക്ഷേ സർപ്രൈസായി കുറച്ച് സൈനിങ്ങുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ കൊമ്പന്മാർ തയ്യാറല്ല. പുതിയ സൈനിങ്ങിൽ എടുത്തു പറയേണ്ട പേരാണ് മത്യാസ് ഹെർണാണ്ടസിൻ്റേത്. പതിവില്ലാതെ കേരളം ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സ്വന്തമാക്കിയെന്നതാണ് ഏറെ പ്രധാനം. 1.86 മീറ്റർ ഉയരമുള്ള ഹെർണാണ്ടസ് ഏരിയൽ ബോളുകളിൽ ബ്ലാസ്റ്റേഴ്സിന് കരുത്താകും. പ്രതിരോധ പിഴവിൽ നിരന്തരം മത്സരം കൈവിടാറുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഹെർണാണ്ടസിന്റെ ഏകോപനം ഡിഫൻസിൽ മുതൽക്കൂട്ടാണ്. സ്പെയിനിലെ സലാമാങ്കയിൽ ജനിച്ച ഹെർണാണ്ടസ് CD ലറഡോ, സലാമാങ്ക CF, UD ഫോർമെൻറ്റ തുടങ്ങിയ വിവിധ വിദേശ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഗോകുലം കേരള FC താരമായിരുന്ന ഹെർണാണ്ടസിന് കേരളത്തിലെയും ഇന്ത്യൻ ഫുട്ബോളിലെയും സാഹചര്യവും നന്നായി അറിയാം. പണ്ട് മെഹ്താബ് ഹുസൈനും പിന്നെ ജീക്സൺ സിംഗും ഒഴിച്ചിട്ട ഡിഫൻസീവ് മിഡ് പൊസിഷൻ കാര്യമായി പിന്നീട് ബ്ലാസ്റ്റേഴ്സ് പരിഗണിച്ചിരുന്നില്ല. അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനെ കാര്യമായി ബാധിക്കുകയും ചെയ്തു. 2016 DM-ആയി തിളങ്ങിയ എൽഹദായ് എൻഡോയ് മാത്രമാണ് ഇതിനൊരു അപവാദം. അന്ന് പക്ഷേ ഡിഫൻസിൽ ആരോൺ ഹ്യൂസിനെ പോലെ പാറ പോലെയുള്ള മനുഷ്യർ ഉണ്ടായിരുന്നു എന്നുകൂടി ഓർക്കണം. ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയും നെയ്മറും ഡംബലയുമെല്ലാം കളിച്ച പാരീസ് സെന്റ് ജെർമെയിൻ്റെ യൂത്ത് അക്കാദമിയിലൂടെ കളി പഠിച്ച കെവിൻ യോക്കാണ് ഇത്തവണത്തെ സർപ്രൈസ് താരം. ഫ്രഞ്ച് മുന്നേറ്റ നിര താരമാണ് കെവിൻ യോക്ക്. ഇരു വിങ്ങുകളിലും കളിക്കാൻ കഴിവുള്ള യോക്ക് വേഗതയിലും പന്തുമായുള്ള മുന്നേറ്റങ്ങളിലും മികവ് പുലർത്തുന്ന താരമാണ്. 1.82 മീറ്റർ ഉയരമുള്ള താരം ഇരു കാലുകൾ കൊണ്ടും ഒരുപോലെ പന്ത് നിയന്ത്രിക്കാൻ മിടുക്കനാണ്. ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങൾക്ക് കൂടുതൽ വൈവിധ്യം നൽകും. നോഹ സദൂയിയുടെ അഭാവത്തിൽ 29-കാരനായ കെവിൻ യോക്കാവും ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം നിയന്ത്രിക്കുക. ഗ്രീസിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗുകളിൽ നിന്നുള്ള അനുഭവ സമ്പത്തുമായാണ് കെവിൻ യോക്ക് ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത്. 2024-25 സീസണിൽ ഗ്രീക്ക് സൂപ്പർ ലീഗിൽ ലെവാഡിയോക്കോസ് FCക്കായി കളിച്ച അദ്ദേഹം പിന്നീട് PEK ചാനിയെയും പ്രതിനിധീകരിച്ചു. പാരീസ് സെന്റ് ജെർമെയിൻ്റെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്ന യോക്ക് കരിയറിൽ ഇതുവരെ 84 മത്സരങ്ങളിൽ നിന്നായി 7 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് നേടിയിട്ടുള്ളത്. ഗ്രീസിലെയും ഫ്രാൻസിലെയും ലീഗുകളിൽ നിന്നുള്ള ഈ പരിചയ സമ്പത്ത് ISL-ലും ടീമിന് ഗുണകരമാകും. തീർന്നില്ല, ഒരു ജർമ്മൻ ടാങ്കും ഇത്തവണ കൊമ്പന്മാർക്ക് കരുത്തു പകരാനെത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്നുള്ള മുന്നേറ്റ താരം മർലോൺ റൂസ് ട്രുജിലോയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ 3ാം വിദേശ സൈനിങ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും വിങ്ങറായും ഒരുപോലെ തിളങ്ങാൻ ശേഷിയുള്ള മർലോണിന്റെ സാന്നിധ്യം ടീമിന്റെ മുന്നേറ്റങ്ങൾക്ക് പുതിയ വേഗവും വൈവിധ്യവും നൽകും. കളി മെനയുന്നതിലും ഗോളവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഒരുപോലെ മികവ് പുലർത്തുന്ന ഈ 25-കാരൻ ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രങ്ങളിൽ നിർണായക പങ്കുവഹിക്കും. യൂറോപ്യൻ ഫുട്ബോളിലെ മികച്ച അനുഭവ സമ്പത്തുമായാണ് മർലോൺ കൊച്ചിയിലെത്തുന്നത്. പ്രമുഖ ജർമ്മൻ ക്ലബ്ബായ FSV മൈൻസ് 05ന്റെ യൂത്ത് അക്കാദമിയിലൂടെ വളർന്ന അദ്ദേഹം പിന്നീട് അവരുടെ 2ാം നിര ടീമിനായും ബൂട്ടുകെട്ടി. തുടർന്ന് ക്രൊയേഷ്യൻ ക്ലബ്ബായ HNK വുക്കോവൻ 1991ലേക്ക് ചേക്കേറിയ താരം അവിടെയും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. തന്റെ കരിയറിൽ ഇതുവരെ 130 മത്സരങ്ങളിൽ നിന്നായി 20 ഗോളുകളും 27 അസിസ്റ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ജർമ്മനിയുടെ അണ്ടർ-80, അണ്ടർ-90 ദേശീയ ടീമുകളെയും പ്രതിനിധീകരിച്ചിട്ടുണ്ട്. സാങ്കേതികമായി ഏറെ മികവുള്ള കളിക്കാരനായാണ് മർലോണെ വിലയിരുത്തപ്പെടുന്നത്. 25 വയസ്സ് മാത്രം പ്രായമുള്ള മർലോൺ ഇത്തവണ അഡ്രിയാൻ ലൂണയുടെ വിടവ് നികത്തുമെന്നാണ് ആരാധകരുടെ വിശ്വാസം. ബ്ലാസ്റ്റേഴ്സിന്റെ 10ാം നമ്പർ ജേഴ്സിയാണ് മർലോൺ റൂസ് ട്രുജിലോ അണിയാൻ പോകുന്നത്. ഒരു വിദേശ താരം കൂടി അധികം വൈകാതെ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തും. വരാൻ പോകുന്നത് സ്പെയിനിൽ നിന്നുള്ള താരമാണെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. മെഡിക്കൽ ഉടൻ പൂർത്തിയാക്കി ഔദ്യോഗികമായി ക്ലബ്ബ് താരത്തെ പ്രഖ്യാപിക്കും. നേരത്തെ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറെ അനുഭവ സമ്പത്തുള്ള റൗളിൻ ബോർജസിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരുന്നു. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും ഡിഫൻസിനെയും മുന്നേറ്റത്തെയും ഒരുപോലെ സഹായിക്കാനും കെൽപ്പുള്ള താരമാണ് റൗളിൻ. സ്പോർട്ടിംഗ് ഗോവയിലൂടെ കളി തുടങ്ങിയ റൗളിൻ ഇന്ത്യൻ ഫുട്ബോളിലും ISL-ലും ഒരുപാട് അനുഭവ സമ്പത്തുള്ള താരമാണ്. 2020-21 സീസണിൽ കിരീടമുയർത്തിയ മുംബൈ സിറ്റി FC ടീമിൽ അംഗം കൂടിയായിരുന്നു റൗളിൻ. അക്കാദമി താരങ്ങളായിരുന്ന മുഹമ്മദ് അജ്സൽ, ജഗന്നാഥ്, എബിൻദാസ് എന്നിവരെ ഫസ്റ്റ് ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുമുണ്ട്. സൂപ്പർ ലീഗ് കേരളയിൽ വിവിധ ടീമുകൾക്ക് വേണ്ടി തിളങ്ങിയാണ് യുവതാരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ കുപ്പായത്തിൽ അരങ്ങേറാനൊരുങ്ങുന്നത്. അതിൽ തന്നെ അജ്സൽ SLKയിൽ 11 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളും 1 അസിസ്റ്റും സ്വന്തം പേരിലാക്കിയിരുന്നു. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷ് ട്രോഫിയിലും കേരള ടീമിന്റെ മുന്നേറ്റം നിയന്ത്രിക്കുന്നത് അജ്സലാണ്. എങ്കിലും വിദേശ താരങ്ങൾ കൂട്ടത്തോടെ ലോണിന് പോയതും ചിലരെ റിലീസ് ചെയ്തതും കൊമ്പന്മാർക്ക് തിരിച്ചടിയാകും.
ഒപ്പം ഇരട്ട സഹോദരങ്ങളായ അസറും ഐമനും ഡൽഹിയിലേക്ക് ചേക്കേറിയതും ബ്ലാസ്റ്റേഴ്സിന് ക്ഷീണമാണ്. എങ്കിലും പുത്തൻ സൈനിങ്ങിലൂടെ ആരാധകരെ ഞെട്ടിക്കാമെന്നാണ് കൊമ്പന്മാരുടെ കണക്കുകൂട്ടൽ. ഫെബ്രുവരി 14 വൈകിട്ട് 5 മണിക്ക് കൊൽക്കത്തയിൽ മോഹൻ ബഗാനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ഹോം മത്സരങ്ങളും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ഇത്തവണ നടക്കുന്നത്. സീസണിൽ കൊമ്പന്മാർക്ക് 9 ഹോം മത്സരങ്ങളുണ്ടാകും. ഫെബ്രുവരി 22 ആദ്യ ഹോം മത്സരത്തിൽ മുംബൈയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ.